ഓക്കെ. സോ നിങ്ങളുടെ സൈഡ് എങ്ങനെയാണ്? നിങ്ങൾ പ്രൊഡക്റ്റ് ആണോ സർവീസ്? നമ്മൾ സർവീസ് തന്നെയാണ് കൊടുക്കുന്നത്. അതായത് സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്യൂർലി എഡ്യൂടെക് ആണ്. അതായത് AI, റോബോട്ടിക്സ്, സൈബർ സെക്യൂരിറ്റി, ഡാറ്റാ സയൻസ്, വെബ് ഡെവലപ്മെന്റ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ, പോളിടെക്നിക്സ്, സ്കൂൾ സ്റ്റുഡൻസ്, കോമൺ പീപ്പിൾസിനൊക്കെ കൊടുക്കണം. മൾട്ടിപ്പിൾ വെർട്ടിസസിലുണ്ട്. അതിലിപ്പോൾ നമ്മുടെ ഒരു USP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഇപ്പം ഹൈബ്രിഡ് ആയിട്ട് വരുന്നതുണ്ട്, ഹൈബ്രിഡ് കോഴ്സുകളായിട്ട് വരുന്നുണ്ട്, മൾട്ടിപ്പിൾ, അതായത് സ്റ്റുഡന്റിന്റെ രീതിക്കനുസരിച്ച് കസ്റ്റമൈസ് ആയിട്ടുള്ള ഇത് വരുന്നുണ്ട്. നമ്മുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് 200+ ട്രെയിനേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. അറൌണ്ട് 10,000 സ്റ്റുഡൻസ് നമ്മളിപ്പോൾ ഡെലിവറി ചെയ്തു. 100+ എഞ്ചിനീയറിംഗ് കോളേജസിൽ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ NIT, IIT പോലുള്ള വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ നിങ്ങൾ ഓഫ്ലൈൻ ആണോ അതോ ഓൺലൈൻ ആണോ? എങ്ങനെയാണ്? 90% ഓഫ് സിസ്റ്റം ഈസ് വർക്കിംഗ് ഇൻ ഓൺലൈൻ. അതായത് നമ്മുടെ എക്സൽ എന്ന് പറയുന്ന നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, അതിലാണ് കോഴ്സസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. പിന്നെ 10% നമ്മുടെ ട്രെയിനേഴ്സ് പോയിട്ട് കോളേജുകളിൽ റിക്വയർമെന്റിനനുസരിച്ചിട്ട് MOക്ക് അനുസരിച്ചിട്ട് സെഷൻസ് എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെ കുറെ വെർട്ടിക്കൽ ഓഫ് കോഴ്സസ് ഉണ്ട്. ഇതിലിപ്പോ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയി അല്ലെങ്കിൽ ഒരു +2 കഴിഞ്ഞതോ അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരു സ്റ്റുഡന്റിന് ഒരു എപ്പോഴും ജോബ് ആയിരിക്കും സേഫർ. അപ്പൊ ഒരു സേഫർ ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള കോഴ്സ് നിങ്ങൾ ഏതാ റെക്കമെൻഡ് ചെയ്യുക? നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം ഫോക്കസ് ചെയ്യുന്നത് സൈബർ സെക്യൂരിറ്റിയാണ്. കാരണം AI വന്നോട് കൂടി തന്നെ സൈബർ സെക്യൂരിറ്റിന്റെ സ്കോപ്പ് കൂടി വരികയാണ്. അപ്പം നമുക്ക് അതിൽ തന്നെ സ്പെസിഫൈഡ് ആയിട്ട് 2 കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒന്ന് ജൂനിയർ എത്തിക്കൽ ഹാക്കിംഗ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ സർട്ടിഫൈഡ് പെനട്രേഷൻ ടെസ്റ്റിംഗ് CPT കോഴ്സ് എന്ന് പറഞ്ഞിട്ടും ചെയ്യുന്നുണ്ട്. അത് CEH സർട്ടിഫൈ ചെയ്യാനുള്ള വിത്ത് 100% പ്ലേസ്മെന്റോട് കൂടിയിട്ടുള്ള കോഴ്സാണ് കൊടുക്കുന്നത്. ഓക്കെ. ഇപ്പോൾ പ്ലേസ്ഡ് എന്ന് പറഞ്ഞു. ഇപ്പോൾ പ്ലേസ്മെന്റിന്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ അഷുറൻസ് ആണോ കൊടുക്കുന്നത് അതോ ഗ്യാരണ്ടി ആണോ കൊടുക്കുന്നത്? കാരണം ഇവിടെ ഇപ്പോൾ പ്ലേസ്മെന്റിന്റെ സൈഡ് പല ഇൻസ്റ്റിറ്റ്യൂട്ടും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സോ അതിന്റെ സൈഡ് എങ്ങനെയാണ് നിങ്ങൾ? നമ്മൾ ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ജോബ് അഷുറൻസ് കൊടുക്കും. അതായത് കമ്പനീസിൽ എത്ര വാക്കൻസീസ് ഉണ്ട്, പാക്കേജ് ഉണ്ട്, അവിടുത്തെ കറക്റ്റ് റിക്വയർമെന്റ് എന്തെന്ന് പഠിച്ചിട്ട് അതാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതിൽ അവരുടെ പൈത്തൺ ആണെങ്കിൽ പൈത്തണിൽ സ്കില്ലിഡ് ആക്കുക, CPT ആണെങ്കിൽ ബഗ് ബൗണ്ടിങ് ആണെങ്കിൽ അതിൽ അവരെ സ്കില്ലിഡ് ആക്കിയിട്ട് എന്താണോ കമ്പനിക്ക് എക്സാക്ട് വേണ്ടത് അത് ഇവരെ പഠിപ്പിച്ചുകൊണ്ട് അത് കറക്റ്റ് അതിലോട്ട് ആ വാക്കൻസിലോട്ട് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എൻറ്റയർ ജേർണിയിൽ ഓരോപ്പം ഉണ്ടാവും. കറക്റ്റ് എക്സാക്ട്ലി.